ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. മാ ഇന്ദി ബംഗാരം ഡയറക്ടർ നന്ദിനി റെഡ്ഡി. നന്ദിനി റെഡ്ഡിയും സമാന്തയും കൂടെ മുമ്പ് ചെയ്ത ചിത്രമാണ് ഓ ബേബി. അതിനകത്തുള്ള ഒരു കോമഡിയും ആ ഫാൻറ്റസി എലിമെൻറ്റും വർക്ക് ചെയ്തിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്കായ പടം. സമാന്തയുടെ കോമഡി ടൈമിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനകത്ത്. ഇതിലേക്ക് എത്തുമ്പോൾ ഫാമിലി മാനിൽ നിന്ന് കടമെടുക്കാൻ DKയിലെ രാജ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഡിസൈനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ റൈറ്റേഴ്സാണ് പുള്ളി. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് എലിമെൻസും ഉണ്ട്. ഈ ഓ ബേബി എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഫാമിലി ഡൈനാമിക്സും കാര്യങ്ങളും കോമഡിയും നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1980s ബാക്ക്ഡ്രോപ്പിൽ ട്രെയിലർ കണ്ടവർക്ക് ഇതിൻ്റെ കഥ ഒരു നേർരേഖയിൽ പ്രിഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് ഈ സിനിമ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ക്ലീഷയും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഡ്രോപ്പായി പോകുന്ന എങ്കിൽ പിന്നെയും എൻഗേജ് ചെയ്യിക്കുന്ന സമാന്തയുടെ പെർഫോമൻസ് തന്നെയാണ്. സമാന്തയാണ് ഇതിൻ്റെ ഹോൾ ഷോ സ്റ്റീലർ. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ഒരിക്കലും ആ ഒരു റോളിലേക്ക് സമാന്തയിലേക്ക് എല്ലാം ചുരുങ്ങണം, എല്ലാ ഫോക്കസും സമാന്തയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഫോഴ്സ്ഫുള്ളി ഈ കഥ പോയിട്ടില്ല. അങ്ങനെ ഒരു നല്ല സ്ക്രീൻ പ്ലേ ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് പേരുടെ വേറെയും എഫേർട്ടുകളുണ്ട്. ആ പെർഫോമൻസിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമാന്തയുടെ ഫ്രണ്ടായിട്ടൊരു ക്യാരക്ടർ വരുന്നുണ്ട്. പുള്ളിക്കാരിയുടെ പേര് എനിക്കറിയില്ല. ത്രൂ ഔട്ട് ഉണ്ട്, സമാന്തയുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ് പുള്ളിക്കാരിക്ക്. അതായത് കോമഡി ടൈമിംഗ് ഒക്കെ സമാന്തയ്ക്ക് മുകളിൽ നിന്ന് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. സമാന്തയുടെ തന്നെ ആ കുടുംബത്തിലെ ഒരു മരുമകനായിട്ടൊരാൾ വരുന്നുണ്ട്. പുള്ളിയുടെ കുറേ കോമഡികൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തെലുങ്കിലാണ് കണ്ടത്. മെൽബണിൽ തെലുങ്ക് അല്ലാതെ വേറെ തമിഴ് ഓപ്ഷൻസ് ഇല്ല. പറ്റുമെങ്കിൽ തെലുങ്ക് മനസ്സിലാത്തവർ തമിഴിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ഡബ്ബിംഗ് ആണ് പൊതുവേ വരുന്നത്. അത് കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് സബ് ടൈറ്റിൽസ് വായിച്ചിട്ട് വരുന്ന ഒരു ആസ്വാദനത്തിനൊരു ഡിലേ ഉണ്ടാവും. പക്ഷേ എങ്കിലും രസമുണ്ട്. തിയേറ്ററിൽ അത്യാവശ്യം കുറേ ചിരി വരുന്നതൊക്കെ എനിക്ക് സബ് ടൈറ്റിൽ വായിച്ചെടുത്തിട്ടാണ് പിന്നെ കിട്ടുന്നത്. എൻ്റെ ആസ്വാദനമാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് പറയുന്നതിൽ തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 1980 കാലഘട്ടത്തിലുള്ള ഒരു കഥ. സമാന്തയും ഹസ്ബൻഡും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ഒരു കല്യാണം നടക്കുന്നു. ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചതുകൊണ്ട് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ എതിർപ്പുകളുണ്ട്. അമ്മയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും മകനെ ഇഷ്ടമാണ്. അങ്ങനെ മരുമകളിലേക്കും ആ ഇഷ്ടം പോകുന്നു. അമ്മയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്ന ഗൗതമി വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഗൗതമിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ മുമ്പ് പറഞ്ഞ വേറൊരു ഫ്രണ്ട് ക്യാരക്ടറിന് സമാന്തയുടെ ഫ്രണ്ട് ക്യാരക്ടറിനെ പോലെ തന്നെ ഗൗതമി ആ ഫാമിലിയിലുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസും നല്ല ഡയലോഗ്സും ആ ഫാമിലി ഡൈനാമിക്സ് വർക്കാവുന്ന രീതി, ഗൗതമി സ്വീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മനസ്സിലെ ചെറിയ ഇൻഹിബിഷൻസ് അതൊക്കെ ആക്ട് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഗൗതമിയുടെ സിനിമകളും അധികം കണ്ടിട്ടില്ല. പുള്ളിക്കാരി ഇത്രയും നന്നായി പെർഫോം ചെയ്ത സിനിമയും ഞാൻ കണ്ടിട്ടില്ല. സോ ഇത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഗൗതമിയുടെ ക്യാരക്ടർ. അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഹെവി ആക്ഷനിലേക്ക് ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിന് ശേഷം ഹാർഡ് കോർ ആക്ഷൻസ്. ഫസ്റ്റ് ഹാഫിലും ആക്ഷൻ ഉണ്ട്. ആക്ഷൻ സീക്വൻസിൽ ഒരു സ്ഥലത്ത് പോലും സമാന്ത ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. യശോദയിലാണെങ്കിലും ഫാമിലി മാനിലാണെങ്കിലും ഒരുപാട് മറ്റേ സിറ്റാഡലിൻ്റെ ഒരു ഹിന്ദി വെബ് സീരീസ് ഉണ്ടായിരുന്നല്ലോ വരുൺ ധവാനുമായിട്ടൊക്കെ, അതിലൊക്കെ പുള്ളിക്കാരി നല്ല രസകരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്. ഇതിനകത്തും അതേ പരിപാടി, അതേ എഫേർട്ട്ലെസ് ഫൈറ്റിംഗ്, ഒരു രക്ഷയില്ല. ചില സ്വാഗർ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഹോൾ ക്ലൈമാക്സ് ഹോൾഡ് ചെയ്യുന്ന രീതി, അത് പുള്ളിക്കാരിയുടെ ഷോൾഡേഴ്സിലാണ് ആ ഹോൾ ക്ലൈമാക്സ് ഓടിയിരിക്കുന്നത്. അവസാനം പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നേർരേഖയാണ്. ഇത് നമുക്ക് കാണാൻ പടം പറയാം, ഇനി അടുത്ത സീൻ ഇതായിരിക്കും. അതിൽ നിന്നൊക്കെ കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി മൊമെൻറ്റ്സ് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫാമിലിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് പേരുടെ കഥയാണ്. അതിൽ മെയിനായിട്ട് അതിനെ താങ്ങി നിർത്തുന്ന സമാന്ത. ഹാവിങ് സെഡ് ദാറ്റ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ഡ്രോപ്പുകളുണ്ട്. അതായത് നമുക്ക് അങ്ങോട്ടൊരു എൻഗേജിങ് ആവാത്ത ഏച്ചുകെട്ടലായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുടെ എൻട്രി. ഇപ്പോൾ ഗുൽഷൻ്റെ ഒരു മാവോയിസ്റ്റ് കഥാപാത്രം ഇതിനകത്തുള്ളൊരു എൻട്രി ഉണ്ട്. ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. സമാന്തയുടെ പുറകെ അയാൾ വരാൻ കാരണം ആ കാരണമൊക്കെ ഭയങ്കര ഏച്ചുകെട്ടലായിട്ട് തോന്നി. അതങ്ങോട്ട് ഡസൻറ്റ് ആഡ് അപ്പ്. അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ് ഒരു മോശം പടമല്ല, എങ്കിൽ ബ്ലാസ്റ്റ് പോലൊക്കെ ഒരു മികച്ച കിഡിലം എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് തന്നൊരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഒരു ഫാമിലി ഡ്രാമ മിക്സ്ഡ് റിവെഞ്ച്, അങ്ങനെയൊക്കെയുള്ള ഒരു ത്രില്ലർ പരിപാടി പിടിച്ചിരിക്കുന്നതിൽ മോശമല്ലാത്തൊരു സിനിമ. അങ്ങനെയുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് തോന്നിയത്. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.